ഇന്നത്തെ ന്യൂസ് അജണ്ടയിലേക്ക് കടക്കുന്നു. വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇനിയും മനസ്സ് തുറന്നിട്ടില്ല രാഹുൽ ഗാന്ധി. ഔദ്യോഗികമായി രാഹുൽ തീരുമാനം അറിയിക്കുന്നതിന് മുൻപേ ആഘോഷം തുടങ്ങിയ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. വയനാട്ടിൽ എന്തുകൊണ്ട് തീരുമാനം വൈകുന്നു? ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 661 5881. വയനാട്ടിൽ നിന്നും സജി ജോർജ് എന്ന പ്രേക്ഷകനാണ് ആദ്യമായി നമ്മോടൊപ്പം ഉള്ളത്. സജി, വയനാട്ടിൽ നിന്നുകൂടി രാഹുൽ ഗാന്ധി ജനവിധി തേടുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമുണ്ടായിട്ടില്ല. ആ പ്രഖ്യാപനം ഇങ്ങനെ നീണ്ടു പോവുകയാണ്. താങ്കളുടെ ഒരു കണക്കുകൂട്ടൽ എങ്ങനെയാണ്? ഹലോ, പറഞ്ഞോളൂ. ഇത് ഉറപ്പാക്കാതെ ഡിക്ലെയർ ചെയ്തതാണ് ഇവിടെ പ്രശ്നം പറ്റിയത്. ഇപ്പൊ ജനങ്ങളെക്കാളും കൺഫ്യൂഷൻ നേതാക്കൾക്ക് അവിടെയാ വിഷയം ഉണ്ടായത്. ഒരു കാര്യം ഉറപ്പാക്കിയ ശേഷം മാത്രമേ ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ തീരുമാനം എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല, നല്ലത് തന്നെയാണ് തീരുമാനം വരുന്നത്. കൺഫേം ചെയ്ത ശേഷം ഡിക്ലെയർ ചെയ്യാം. അവിടെയാ പാളിച്ചെടുക്കുക. ഇപ്പോൾ PK വർക്കി എന്നൊരു പ്രേക്ഷകനാണ് നമ്മോടൊപ്പം ചെയ്തത്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെയൊക്കെ കാണുന്നത്? ഹലോ, പറഞ്ഞോളൂ. ഞാൻ നേരത്തെ എന്റെ പേര് പറഞ്ഞായിരുന്നു. PK വർക്കി, പേര് പറഞ്ഞിരുന്നു, താങ്കൾ പറഞ്ഞോളൂ. കൂടഞ്ഞി പഞ്ചായത്ത്. ശരി, പറഞ്ഞോളൂ. നമ്മുടെ രാജീവ് ഗാന്ധി വയനാട് നിയോജകമണ്ഡലത്തിൽ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തീരുമാനമായില്ലല്ലോ. തീരുമാനമായിട്ടില്ല. തീരുമാനം ഇനിയും നീണ്ടു പോവുകയാണ്. ഇന്നും പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയങ്ങളെയൊക്കെ കാണുന്നത്? നമ്മുടെ നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം വരുന്നതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. ശരി, ഇപ്പോൾ കട്ടപ്പനയിൽ നിന്നും രാജിച്ചൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. രാജിച്ചൻ, തീരുമാനം നീണ്ടു പോവുകയാണ്. ഇതുവരെയും ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല. ഇന്നലെ പുറത്തിറങ്ങിയ 11ാമത്തെ സ്ഥാനാർത്ഥി പട്ടികയിലും വയനാടും വടകരയും ഒഴിച്ചിട്ടിരിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെയൊക്കെ കാണുന്നത്? ഇത് തീർച്ചയായിട്ടും ഇതിന്റെ ആവശ്യമുള്ള ഒരു വിഷയമല്ല. ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹം ജയിക്കേണ്ടതാണ്. അദ്ദേഹം അവിടെ പോയി മത്സരിച്ച് ജയിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പം കേരളത്തെ സംബന്ധിച്ച് ഇവിടെ ഇങ്ങനെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇതുവരെ അടുപ്പക്കാരോട് പോലും രാഹുൽ മനസ്സ് തുറന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനറിയാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രതിസന്ധി വളരെ മോശിക്കുകയാണ്. ഗ്രൂപ്പുകളുണ്ട്, അത് പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അദ്ദേഹത്തെ ഇതിനകത്ത് വലിച്ചടിക്കുന്നത് എന്നുള്ള അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിന് അടുപ്പിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ കുറച്ച് ആൾക്കാരെങ്കിലും പറഞ്ഞു കൊടുത്തതാണ്. ചില ആൾക്കാരുടെ പ്രശസ്തിക്ക് വേണ്ടി രാജാവിന്റെ പിന്നിൽ ഈ അടിയാന്മാർ നിന്നിട്ട് രാജാവ് നിങ്ങൾ വാഴട്ടെ എന്നുള്ള വസ്തുതകൾക്ക് വിരുദ്ധമായി നിന്നുകൊണ്ട് പ്രീതി സമ്പാദിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു കുറെ ഗ്രൂപ്പുകളുണ്ടല്ലോ കേരളത്തിൽ. അവരുടെ കാര്യങ്ങളെ കുറിച്ച് കുറച്ച് അറിയാവുന്ന ആൾക്കാർ ഒരുപക്ഷെ പറഞ്ഞു കൊടുത്തു കാണും ഇവിടുത്തെ സാധ്യതകളെ കുറിച്ച്. ശരി, ഇപ്പോൾ ചെന്നൈയിൽ നിന്നും പ്രേമൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. പ്രേമൻ, എന്തായാലും കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്, കർണാടകയിൽ നിന്നും അടക്കം മത്സരിക്കണമെന്ന് അവിടുത്തെ നേതാക്കൾ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അടുത്ത യോഗത്തിന് ശേഷം മാത്രമേ അന്തിമ തീരുമാനമെടുക്കുകയുള്ളൂ എന്നാണ് ഇന്നലെ രൺദീപ് സിംഗ് സുർജേവാല അടക്കം പറഞ്ഞത്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയങ്ങളെയൊക്കെ കാണുന്നത്? ഹലോ, പ്രേമൻ, കേൾക്കാമെങ്കിൽ. രാഹുൽ ഗാന്ധി ഒരിക്കലും വയനാട് മണ്ഡലത്തിൽ മത്സരിക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വിശാല പ്രതിപക്ഷ ഐക്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ ഭിന്നിപ്പിക്കുന്ന ഒരു സമീപനം രാഹുൽ ഗാന്ധി സ്വീകരിക്കില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. കാരണം ഇവിടെ തമിഴ്നാട്ടിൽ ശിവഗംഗ ഉൾപ്പെടെയുള്ള മണ്ഡലം രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അങ്ങനെ ഒരു തീരുമാനവും AICC എടുത്തിട്ടില്ല എന്നാണ് അവരെ വാക്താവ് ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രതിപക്ഷ ഐക്യം തകർക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം രാഹുൽ ഗാന്ധി സ്വീകരിക്കില്ല. ബൈ ചാൻസിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ബൈ ചാൻസിൽ ഒരു കേന്ദ്രത്തിൽ ഒരു ഭരണം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പ്രതിപക്ഷത്തെ കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ആളുകൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിൽ വന്ന് പ്രതിപക്ഷത്തെ CPM പോലുള്ള പാർട്ടികളെ എതിർത്ത് മത്സരിച്ച് ജയിച്ചു പോവുക എന്ന് പറയുന്നത് അതൊരിക്കലും പ്രായോഗികമല്ല എന്നുള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധി അത്തരത്തിൽ ഒരു മണ്ഡലത്തിൽ ചെന്ന് പെടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദി പ്രേമൻ, താങ്കളുടെ പ്രതികരണത്തിന്. കണ്ണൂരിൽ നിന്നും ദാസൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ദാസൻ, ദക്ഷിണേന്ത്യയിൽ നിന്ന് വയനാട് കൂടി തെരഞ്ഞെടുത്ത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും ലോക്സഭയിലേക്ക് ജനവിധി തേടണമെന്ന ആവശ്യത്തും കേരള നേതാക്കൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് ഈ ഒരു വിഷയത്തിൽ ചെലുത്തുന്നത്. എന്നാൽ തീരുമാനം നീണ്ടു പോവുകയാണ്. ഇതുവരെയും പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. താങ്കൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നത്? ഇത് നമ്മുടെ നാട്ടുമ്പുറത്ത് പണ്ട് പഴഞ്ചൊല്ലുണ്ട്, കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടായിരുന്നു. ഇതിപ്പോ അതേപോലെ വയനാട് സീറ്റ് സുനീർ ജയിച്ചു പോകും.
ഇതിപ്പോ ഉമ്മൻചാണ്ടിക്ക് ഒരു നേർക്കുനേരെ ഒരു അടി കൊടുക്കാൻ പറ്റാതെ വീട്ടിന്റെ അകത്ത് കൂട്ടിക്കൊണ്ടേ ബാലടിച്ച് 2 പൊട്ടിച്ചതാണ്. വേറെ കാര്യമൊന്നുമില്ല. ഈ രാഹുൽ ഗാന്ധി ഇവിടെ വരൂല. ഒരു കാരണവശാലും സിദ്ദിഖ് മത്സരിച്ചാലും വയനാട് സീറ്റ് പോയി. വയനാട് സീറ്റ് ഉറപ്പായിട്ടും കോൺഗ്രസിനൊക്കെ പോയി. ഇനി ആര് മത്സരിച്ചാലും കാര്യമില്ല. ഇത് ജനങ്ങൾ ശരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി എത്രമാത്രം ജനങ്ങളെ വിട്ടിയാക്കാൻ പറ്റുമെന്ന് കാണിച്ചു തരിക. നമ്മളെല്ലാം കുരങ്ങടിപ്പിക്കുക. വേറെ ഒരു വിശ്വാസം ഇല്ലാത്ത രീതിയിൽ. അതുകൊണ്ട് ഇതിന്റെ കാര്യം പോയി. ഇപ്പോൾ ബാലരാമപുരത്ത് നിന്നും ശിവദാസൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശിവദാസൻ നമ്മളോട് നേരത്തെ വിളിച്ച പ്രേക്ഷകൻ അടക്കം പറഞ്ഞത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെയും വിജയപ്രതീക്ഷയും അടക്കം ബാധിക്കുമെന്ന രീതിയിലാണ്. താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? എനിക്ക് പറയാനുള്ളത് മാഡം, ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത് എല്ലാവർക്കും വ്യക്തമാണ്. ഈ ഗ്രൂപ്പ് AB ഗ്രൂപ്പ് എന്നുള്ള സമുദായം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ രൂക്ഷമായ രീതിയിൽ. ഇവിടെ കോൺഗ്രസ് ജോലി ചെയ്യുന്നവരാ? ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ജോലി ചെയ്യുന്ന പാർട്ടി ആരുണ്ട്? സിദ്ദിഖിനെ പോലെ ആരുണ്ട്? അതേപോലെ തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോഴത്തെ ക്യാമറ മുന്നിൽ മേക്കപ്പ് ചെയ്ത് വന്നിരുന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ നമ്മളെ ഈ മുസ്ലിം ലീഗ് മാത്രമേ ഒരു മാന്യമായ രീതിയിൽ ഘടകകക്ഷിക്ക് വേണ്ടി മാന്യമായി പോയിട്ടുള്ളൂ. പക്ഷെ അതേസമയം മറ്റുള്ള കേരള കോൺഗ്രസിന്റെ അടിയിൽ നമ്മൾ കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധി അത് ഉച്ചവെച്ച് മാത്രമാണ് വന്നത്. പിന്നെ ഇലക്ഷൻ പരാജയം ഒരിക്കലും ഇതിന് പ്രശ്നം താമസിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് സംശയമൊന്നും വേണ്ട. ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കും. കാരണം വോട്ട് ആർക്ക് ചെയ്യണമെന്ന് ബുദ്ധിയുള്ള ജനങ്ങൾക്ക് ഇപ്പൊ അറിയാം. അവർ വോട്ട് ചെയ്തിരിക്കും. പിന്നെ ഇത് ഭരിച്ച് വീണ്ടും മോദിയുടെ കാര്യങ്ങളിലേക്ക് ഭരണം കൊടുത്തിന്റെ ഉത്തരവാദിത്തമാണ് അവർ കാണിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, അമേരിയിൽ നിന്നും രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ അവിടെ പേടിച്ചു വന്നതിനുള്ള ചർച്ച വിഷയം പ്രതിപക്ഷ പാർട്ടിക്ക് എടുക്കാൻ ചാൻസായി. അത് എന്തെന്ന് കേട്ടാൽ അമേരിക്കയിൽ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ഒരു തിരിച്ചടിയാകുന്ന വിശ്വാസം എനിക്കുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ആ ലേഡിക്ക് മറ്റു 5 വർഷം മുമ്പ് അവിടെ പോയിട്ടില്ല. ഈ 5 വർഷവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസനം നടത്തിയ ഒരു മണ്ഡലമാണ് ഈ അമേഠി മണ്ഡലം. ആ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ ദയനീയമായി പരാജയപ്പെടുന്ന ഒരു പേടി കൊണ്ട് തന്നെ ഞാൻ കോൺഗ്രസ് തന്നെയാണ്. വ്യക്തം ഞാൻ കോൺഗ്രസ് തന്നെ അനുഭാവിയാണ്. കോൺഗ്രസ് മത്സരിച്ച ആളാണ്. പക്ഷെ രാഹുൽ ഗാന്ധി ഇപ്പോഴും നിലപാട് ഒട്ടും ശരിയല്ല. കാരണം കേരളം നശിക്കട്ടെ, യുവമാരുടെ അടിച്ചടിച്ച് നശിക്കട്ടെ. ശരി, ഇപ്പോൾ മഞ്ചേരിയിൽ നിന്നും ദാമോദരൻ എന്ന പ്രേക്ഷകനാണ് ചേർന്നത്. ശ്രീ ദാമോദരൻ, വയനാട്ടിൽ മത്സരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെല്ലാം രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി തീരുമാനം വൈകുകയാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുകയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ സീറ്റുകളും തൂത്തുവാരാമെന്ന കാര്യം കൂടി നേതാക്കളെല്ലാം അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഒരു തീരുമാനമുണ്ടായിട്ടില്ല. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെയൊക്കെ കാണുന്നത്? രാഹുൽ ഗാന്ധി AICC പ്രസിഡന്റും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമാണ്. അത്തരമൊരു ആളുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കേണ്ട ഒരു കാര്യവും ഇന്ത്യയിലില്ല. കാരണം അവരെ സംബന്ധിച്ചൊരു സുരക്ഷിതമായ മണ്ഡലങ്ങളുണ്ട്, സുരക്ഷിതമായിട്ട് നിൽക്കാവുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇതിനകത്ത് ആരാണ് ഈ ഗ്രൂപ്പ് ചർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി ഡൽഹിയിൽ തമ്പടിച്ചുകൊണ്ട് വയനാട് സീറ്റിന് വേണ്ടി പിടിവലി നടത്തി അതിനുശേഷം നമ്മുടെ സിദ്ദിഖിന് ആ സീറ്റ് വാങ്ങിക്കൊടുക്കുന്നത് വരെയുള്ള നാടകങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. അതിനുശേഷം ഇതിനകത്ത് AICCയിലെ പ്രസിഡന്റും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും ആ സീറ്റിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് AICCയുടെ തീരുമാനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. AICC അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല. മറിച്ച് ഇത് കേരളത്തിലുള്ള ഉമ്മൻചാണ്ടിയും അവരുടെ കോക്കസും ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു നാടകം മാത്രമാണ്, അല്ലാതെ ഒരു കാര്യവുമില്ല. പിന്നെ ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നാലും കേരളത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർ കാലാകാലങ്ങളിൽ ചെയ്തു വരുന്ന രീതിയിൽ തന്നെ വോട്ട് ചെയ്യും. 20,000-ഓളം ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ ചിലപ്പോൾ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വലിയ വ്യത്യാസം വരുത്തുമെന്നല്ലാതെ രാജീവ് ഗാന്ധി UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജനങ്ങൾ പരിഗണിക്കും എന്നല്ലാതെ വേറൊരു വ്യത്യാസം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കൊല്ലത്ത് നിന്നും വിഷ്ണു എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. വിഷ്ണു, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുമെന്ന കാര്യത്തിൽ കേരളത്തിലെ നേതാക്കൾ നൽകുന്ന ഉറപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല, അന്തിമ തീരുമാനമുണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധി ഒട്ടു മനസ്സ് തുറക്കുന്നുമില്ല, പ്രഖ്യാപനവും നീണ്ടുപോവുകയാണ്. താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഇതിന് 3 ആസ്പെക്ട് ഉണ്ട് കുട്ടി. എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മുടെ ന്യൂസ് വാല്യൂ പോവും. മനസ്സിലായി? ഇപ്പൊ രാഹുൽ ഗാന്ധി ഇപ്പൊ എല്ലാവരും ഞാൻ ഒരു കാര്യം തന്നെ പറയാം, രാജീവ് ഗാന്ധിയുടെ പേര് എല്ലാവരുടെ മനസ്സിലുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പേര് പറയുമ്പോൾ പോലും എല്ലാവരും മിക്കൊരു തെറ്റി രാജീവ് ഗാന്ധി എന്നാ പറയുന്നത്. ആ നല്ല മനുഷ്യനെ പറ്റി എല്ലാവർക്കും നല്ലൊരു സ്നേഹം ഉണ്ടെന്ന് തോന്നുമ്പോഴും പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ആസ്പെക്ട് ന്യൂസ് വാല്യൂ പോകും. ഇപ്പൊ വയനാട്ടിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഒരു സ്കീം പ്രഖ്യാപിച്ചില്ലേ, അതിന്റെ ചൂടങ്ങ് പോകുന്നു, ന്യൂസ് വാല്യൂ അങ്ങ് പോകും പെട്ടെന്ന്. അതുകൊണ്ടാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, പിന്നെ വേറൊരു ചേട്ടൻ നല്ല കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ഒരിക്കലും ഡയറക്റ്റായിട്ട് ഒന്നും കാര്യം ചെയ്യത്തില്ല. പിന്നീന്ന് കുത്തുന്ന ഒരു നേച്ചറാണ്. പണ്ട് കരുണാകരനെ പിന്നീന്ന് കുത്തി.
അതേ കണക്ക് തന്നെ ഇപ്പൊ ചെയ്തത് സിദ്ദീഖാണെങ്കിൽ സ്വന്തം മിടുക്കുകൊണ്ട് സീറ്റ് നേടി, ന്യൂസ് വാല്യൂ എല്ലാം വന്നതാണ് ഉമ്മൻചാണ്ടി നേടി കൊടുത്തെന്നും പറഞ്ഞാണ്. അവനപ്പം അങ്ങനെ പറഞ്ഞപ്പോ അവന് വാക്കില്ലാതെ കൊടുക്കാൻ വേണ്ടി ഒരു പണി കൊടുത്തതാ. ഒരു പ്രശ്നം എന്ത് പറ്റി, വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുമെന്ന് പറഞ്ഞു വന്നപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയ്ക്കും ക്രെഡിറ്റ് കിട്ടി. അങ്ങനെ വന്നപ്പോ PC ചാക്കോയെ കൊണ്ടുള്ള ഒരു നമ്പർ. അപ്പോ ഇതൊക്കെയാണ് നടക്കുന്നത്. നമ്മുടെ രാജ്യം, നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ വിചാരിക്കുന്ന സ്ട്രൈറ്റ് ഫോർവേഡ് ഒന്നുമല്ല. ഇപ്പൊ മനോരമ പല രീതിയിൽ ക്രിസ്ത്യൻ നേതാക്കൾക്ക് അഡ്വാൻറ്റേജ് കൊടുക്കാൻ വേണ്ടി ഇരിക്കും. അവർ മതേതരത്വമൊന്നുമല്ല. കൃത്യം എന്ന് പറയുന്നത് നിങ്ങളെ കണക്കുള്ള ചാനലാണ് മതേതരത്വം. അതാണ് വേണ്ടത്. ഇപ്പോൾ വടകരയിൽ നിന്നും നാണു എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. നാണു, കേരളത്തിലെ നേതാക്കളെല്ലാം പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് എന്നാണ്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെയൊക്കെ കാണുന്നത്? അത് കേരളത്തിലെ വോട്ടർമാരെ കഴുതകളാക്കുന്ന ഒരു പരിപാടിയാണെന്ന് ആദ്യം പറയട്ടെ. വയനാട്ടിൽ സിദ്ദീഖ് തന്നെ സ്ഥാനാർത്ഥിയായിരിക്കും. മാഡം, കോൺഗ്രസിനെ രക്ഷപ്പെടുത്താനാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതെങ്കിൽ കേരളത്തിലെ മൊത്തം സീറ്റും കിട്ടും എന്നുള്ള ധാരണയുണ്ടെങ്കിൽ പശ്ചിമ ബംഗാളിൽ ഇതിനും വീക്കല്ലേ കോൺഗ്രസ്? അവിടെ പോയി മത്സരിക്കണോ രാഹുൽ ഗാന്ധിക്ക്? അപ്പൊ ഇതൊക്കെ ഒരു നാടകമാണ് മാഡം. സിദ്ദീഖ് തന്നെയാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥി. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുകയില്ല. അതിന് ഇടതുപക്ഷം ഇടതുപക്ഷവും കോൺഗ്രസും ഒന്നാണ് ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ. ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പോ സംസ്ഥാന തെരഞ്ഞെടുപ്പോ ആണെങ്കിൽ CPM പറഞ്ഞു നിൽക്കാമായിരുന്നു. ഇത് CPM രാഷ്ട്രീയം പറയാനില്ല. CPM കോൺഗ്രസിന്റെ B ടീമാണ്. അതിന് യാതൊരു സംശയമില്ല. അവരെ പിടുത്തമാണ് രാജീവ് ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാത്തത്. പേരാമ്പ്രയിൽ നിന്നും സത്യൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. സത്യൻ, ഔദ്യോഗികമായ ഒരു തീരുമാനമുണ്ടായെങ്കിൽ കൂടിയും തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ ആഘോഷം തുടങ്ങിയ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത്? ഇതൊരു നാടകമാണെന്നാണ് എന്റെ അഭിപ്രായം. ഒരു നാടകമാണ്. കാരണം ഇത് ഞാനൊരു വടകരയിലുള്ള ഒരു വോട്ടറാണ്. അപ്പൊ വടകര ഇവിടെ പ്രഖ്യാപനം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, പിന്നെ സിദ്ദീഖിന് തന്നെയാണ് സ്ഥാനാർത്ഥി ചെയ്തത് ശരിക്കും. അപ്പോൾ ഇതൊരു നാടകത്തിന്റെ കളിയാണ് ശരിക്കും. വോട്ടർമാരാ കോൺഗ്രസിലുള്ള ഒരു ഗ്രൂപ്പ് വഴക്ക് അത് പിന്നെ ജനങ്ങളിൽ എത്താതിരിക്കാനുള്ള ഒരു ആവേശപരമായ ഒരു കാര്യം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമുണ്ടായിട്ടില്ല. പ്രഖ്യാപനം നീണ്ടു പോവുകയാണ്. എന്തുകൊണ്ടാണ് ഈ തീരുമാനം വൈകുന്നത് എന്ന ചോദ്യമാണ് പ്രേക്ഷകരുടെ പ്രതികരണത്തിനായി മുന്നോട്ട് വെച്ചത്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.